ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരുമാണ് എങ്ങും. കേരളത്തിൽ ഇക്കുറി താമരകൾ നിരവധി വിരിയിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേരിട്ട് ചുക്കാൻ പിടിക്കുകയാണ്. ഇന്ന് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടക, തെലുങ്കാന, തമിഴ്നാട് തുടങ്ങിയ ഇടങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കോയമ്പത്തൂരിലെ റോഡ് ഷോയാണ്. സ്റ്റാലിൻ സർക്കാരിന്റെ പോലീസ് അനുമതി നിഷേധിച്ചിട്ടും ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നടത്തുന്ന റോഡ് ഷോ അത് കോയമ്പത്തൂരിന്റെ തെരുവീഥികളെ ഇളക്കി മറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്ത പ്രധാനമന്ത്രി എത്തുന്നത് കേരളത്തിലെ പാലക്കാടേക്കാണ്. കേരളത്തിലെ പാലക്കാട് BJPക്ക് വളക്കൂറുള്ള മണ്ണാണ്. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രചരണാർത്ഥം പ്രധാനമന്ത്രി എത്തിച്ചേരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപും പിൻപും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുന്നത് ഇത് 4ാമത്തെ തവണയാണ്. ഇനിയും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തും. ഓരോ ആഴ്ചയിലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനായി സാക്ഷാൽ നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തും. കേരളത്തിൽ 2 അക്ക സീറ്റ് വിജയിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ച് പരിഹസിച്ചവരാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ. അവർക്കുള്ള തിരിച്ചടി കേരളത്തിലെ വോട്ടർമാർ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രധാനമന്ത്രി പറഞ്ഞത് ഇക്കുറി കേരളത്തിൽ BJP താമര വിരിയിക്കുമെന്നല്ല, മറിച്ച് കേരളത്തിൽ 2 അക്ക സീറ്റുകൾ BJP നേടും. ചിലപ്പോൾ അമിത ആത്മവിശ്വാസമായി BJP പ്രവർത്തകർക്ക് പോലും തോന്നാം. എന്നാൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് പിന്നിലെ ആത്മവിശ്വാസം അത് കർമ്മനിരതരായ പ്രവർത്തകരിലുള്ള വിശ്വാസമാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറി നേരിട്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചുക്കാൻ പിടിക്കുകയാണ്. കഴിഞ്ഞ മാസം 2 തവണ കേരളത്തിലേക്ക് എത്തി പ്രധാനമന്ത്രി. തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിൽ നടന്ന സ്ത്രീശക്തി സംഗമത്തിലെത്തി. യഥാർത്ഥത്തിൽ ആ സ്ത്രീശക്തി സംഗമം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആരംഭം തന്നെയായിരുന്നു. തൃശ്ശൂരിനെ ഇളക്കി മറിച്ച റോഡ് ഷോയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ സുരേഷ് ഗോപിയെ ഒപ്പം ചേർത്ത് നിർത്തി പ്രധാനമന്ത്രി. പിന്നാലെ എത്തിയത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിനാണ്. ഒരു തലമുതിർന്ന കാരണവരെ പോലെ ആ കല്യാണം നടത്തിക്കൊടുത്തത് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെയായിരുന്നു. ഇതിലൂടെ തൃശ്ശൂരുകാർക്കൊരു കാര്യം മനസ്സിലായി. ആരാണ് നരേന്ദ്രമോദിക്ക് സുരേഷ് ഗോപി? സുരേഷ് ഗോപിയെ എത്രമാത്രം BJP കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നു, നരേന്ദ്രമോദിക്ക് എത്രമാത്രം ബഹുമാനവും സ്നേഹവുമുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി. ഇത് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അത് മാത്രവുമല്ല, തൃശ്ശൂരുകാർക്ക് വലിയൊരു സന്ദേശം നൽകുകയായിരുന്നു മോദി ഇതിലൂടെ. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ സുരേഷ് ഗോപിയെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് വോട്ട് നൽകാതിരിക്കാം. എന്നാൽ നിങ്ങൾ വോട്ട് നൽകിയാൽ വരുന്ന BJP സർക്കാരിൽ, വരുന്ന മോദി സർക്കാരിൽ സുരേഷ് ഗോപിക്ക് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം ലഭിച്ചിരിക്കും. നിങ്ങൾ തിരസ്കരിച്ചാലും സുരേഷ് ഗോപിയെ BJP പരിഗണിക്കും. പക്ഷേ നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് തന്നെയായിരിക്കും ഇതെന്ന് അങ്ങനെയുള്ളൊരു സന്ദേശം തൃശ്ശൂരുകാർക്ക് നൽകുകയായിരുന്നു നരേന്ദ്രമോദി. തൃശ്ശൂരും തിരുവനന്തപുരവും BJP വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങൾ. ആറ്റിങ്ങലും ഒട്ടും മോശമല്ല. ഇപ്പോൾ ഇതാ പത്തനംതിട്ടയിലും വലിയ അടിയൊഴുക്കുകൾ നടത്തിയിരിക്കുന്നു. നടന്നിരിക്കുന്നു. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ ക്രൈസ്തവ സ്വാധീനം ശക്തമായുള്ള മണ്ഡലം, ശബരീശന്റെ സന്നിധി സ്ഥിതി ചെയ്യുന്ന മണ്ഡലം, ഇതിഹാസ സമാനമായ ശബരിമല പ്രക്ഷോഭം നടന്ന മണ്ഡലം, യുവതികളെ ശബരിമലയിൽ എത്തിച്ച് ഹൈന്ദവരുടെ വിശ്വാസങ്ങളെ തകർത്തെഴുകാൻ ഇടതു സർക്കാർ ശ്രമിച്ചതിൻ്റെ പേരിൽ വലിയ കലാപങ്ങൾ, വലിയ പോരാട്ടങ്ങൾ നടന്ന ശബരീശന്റെ മണ്ണ് പത്തനംതിട്ട. ആ മണ്ണിലും BJP വിജയം പ്രതീക്ഷിക്കുകയാണ്. അനിൽ ആന്റണി എന്ന കോൺഗ്രസിലെ ഏറ്റവും തലമുതിർന്ന AK ആന്റണിയുടെ മകൻ കോൺഗ്രസിന്റെ മടിത്തട്ടിൽ ജനിച്ച് കളിച്ചു വളർന്നിട്ടും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ, ഭരണ നൈപുണ്യതയിൽ ആകൃഷ്ടനായി BJPയിലേക്ക്, കോൺഗ്രസിനെ വലിച്ചെറിഞ്ഞ് BJPയിലേക്ക് വന്ന യുവനേതാവാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. നരേന്ദ്രമോദി എത്തി. പത്തനംതിട്ടയിലെത്തി നരേന്ദ്രമോദി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടാണ് മടങ്ങിപ്പോയത്. എന്തായിരുന്നു ആ ചർച്ച? അത് കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചതായിരുന്നു. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാതനയും ദുരിതവും അനുഭവിക്കുന്ന ജനവിഭാഗം ക്രൈസ്തവരെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയിട്ടാണ് നരേന്ദ്രമോദി പോയത്. അതിന് കാരണം കേരളം ഭരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ ഒക്കെ വോട്ട് ബാങ്ക് പ്രീണനം, ന്യൂനപക്ഷ പ്രീണനം, മുസ്ലിം പ്രീണനം, ആ പ്രീണനത്തിന്റെ ഇരയാവുകയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ. ആരാലും സഹായിക്കാനില്ലാതെ, ആരാലും കൈപിടിക്കാനില്ലാതെ ഒറ്റപ്പെട്ട ഒരു വിഭാഗം കേരളത്തിലെ ക്രൈസ്തവർ മാത്രമാണ്. ഇനി അത് തിരിച്ചറിയാനുള്ളത് ഈ ക്രൈസ്തവ വിഭാഗം മാത്രമാണ്. ബാക്കി എല്ലാവർക്കും അത് മനസ്സിലായി. നരേന്ദ്രമോദി പറയുന്നു, ആ ക്രൈസ്തവ വിഭാഗത്തിന് ഞങ്ങൾ ഒപ്പമുണ്ട്, ആ ക്രൈസ്തവ വിഭാഗത്തിന് സഹായവുമായി ഞങ്ങളുണ്ട്. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലികമായ ഒരു വിഷയത്തെ പത്തനംതിട്ടയിൽ ജനങ്ങൾക്ക് മുന്നിൽ അഡ്രസ്സ് ചെയ്തിട്ടാണ് പ്രധാനമന്ത്രി പോയത്. ഇപ്പോഴിതാ പ്രധാനമന്ത്രി പാലക്കാടേക്ക് വരികയാണ്. പാലക്കാട് BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മത്സരമാണ്, BJPക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ്. ഇനി കാസർഗോഡ് വരും, തിരുവനന്തപുരത്തെത്തും, കൊച്ചിയിലെത്തും. കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും 20 മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകും. ആറ്റിങ്ങലിൽ V മുരളീധരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പം നിഴൽ പോലെ നടന്ന കഴിഞ്ഞ 5 വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭരണ സാന്നിധ്യം വഹിച്ച V മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നരേന്ദ്രമോദി ഇനി ആറ്റിങ്ങലിലും എത്തും. അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ മണ്ഡലത്തിലെത്തി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുകയാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. പണ്ടൊക്കെ കേരളത്തെയും തമിഴ്നാടിനെയും അവഗണിച്ചു കളയുകയായിരുന്നു BJP നേതൃത്വം ചെയ്തത്. കാരണം എത്രത്തോളം നന്നാക്കാൻ ശ്രമിച്ചിട്ടും നന്നാവാത്ത 1-2 സംസ്ഥാനങ്ങളാണ് തെക്കേന്ത്യയിലുള്ള ഈ സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് ആ സംസ്ഥാനങ്ങളെ അവഗണിക്കുകയായിരുന്നു BJP നേതൃത്വം ചെയ്തതെങ്കിൽ ഇക്കുറി നരേന്ദ്രമോദി പറയുന്നത് അവഗണിക്കാൻ പറ്റില്ല, അവരെ പരമാവധി പരിശ്രമിച്ച് ദേശീയതയ്ക്കൊപ്പം നിർത്തണം. ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കരുത്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തിയാൽ അവർ ഭീകരവാദത്തിലേക്ക് തിരിയും, അവരെ ഭീകരവാദികൾ കീഴടക്കും. ഇപ്പോൾ തന്നെ കേരളത്തിന്റെ മണ്ണിൽ ഭീകരവാദം വേരോടിയത് എത്ര ആഴത്തിലെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെയും BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെയും ചിന്ത ഇതാണ്, കേരളത്തെയും തമിഴ്നാടിനെയും ഒക്കെ ചേർത്ത് നിർത്തുക. എത്രത്തോളം സഹനം സഹിച്ചായാലും, എത്രത്തോളം ജോലി ചെയ്തിട്ടായാലും, എത്രത്തോളം കഷ്ടപ്പെട്ടായാലും കേരളത്തെ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. കേരളത്തിൽ BJPയുടെ ശക്തി വളർത്തിയെടുക്കുക. കേരളത്തിലെ ജനതയെ ദേശീയതയുടെ ചിന്തയിലേക്ക് ഉണർത്തിക്കൊണ്ടുവരിക. കേവലം വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറം, ജാതിമത ചിന്തകൾക്കപ്പുറം ദേശീയപരമായ താല്പര്യങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തിലൂടെയാണ് BJP മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇക്കുറി 1ഉം 2ഉമല്ല, ഇക്കുറി ഇരട്ട അംഗ സീറ്റുകൾ കേരളത്തിൽ നരേന്ദ്രമോദി ലക്ഷ്യം വച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ഈ പറയുന്നത് നരേന്ദ്രമോദിയാണ്. വെറും ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന BJPയുടെ തലച്ചോറാണ് പറയുന്നത്. കേരളത്തിൽ ചില മണ്ഡലങ്ങൾ നരേന്ദ്രമോദിയും അമിത്ഷായും BJPയും ലക്ഷ്യം വച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലങ്ങൾ BJP പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ആ മണ്ഡലങ്ങളിൽ താമര വിരിയുക തന്നെ ചെയ്യും.